നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. പാർട്ടികൾക്കും അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഫ്രൈ ആണ്. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കുക എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 700 ഗ്രാം ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഇത്ര വേണ്ട. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടിയും 1 ടീസ്പൂൺ ചിക്കൻ മസാലയും 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കാം കേട്ടോ ഏറ്റവും നല്ലത്. എന്നാലുള്ള ഒരു ചിക്കനിലൊക്കെ നന്നായിട്ട് മസാല പിടിക്കുള്ളൂ. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം. ചുരുങ്ങിയത് 1/2 മണിക്കൂർ കേട്ടോ. സമയം ഉണ്ടെങ്കിൽ കൂടുതൽ സമയം വെക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 മണിക്കൂർ എടുത്തിട്ട് മാറ്റി വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും പിന്നെ ഒരു കോഴിമുട്ടയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട. ഇനി ഉടനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുന്ന സമയത്ത് എണ്ണ നല്ല ചൂട് വേണം കേട്ടോ. പിന്നെ അതുപോലെ ഇട്ട് കൊടുത്ത് ഉടനെ തന്നെ ഇത് മറിച്ചിട്ട് കൊടുക്കാനും പാടില്ല. ആ ഒരു മസാലയൊക്കെ നന്നായിട്ട് പെട്ടെന്ന് പിടിക്കണം. അതിനാണ് നമ്മൾ ഇതുപോലെ നല്ല ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു സൈഡ് റെഡി ആയിട്ട് വന്നതിന് ശേഷം മാത്രം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒരു സൈഡ് റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് 2 സൈഡും നന്നായിട്ട് ഒന്ന് കുക്കായിട്ട് പുറം ഭാഗമൊക്കെ ഇതുപോലെ ഒന്ന് മൊരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടായിട്ടിരിക്കുന്ന എണ്ണയ്ക്കാണെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ എടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് പുറം ഭാഗമൊക്കെ ഒന്ന് മൊരിച്ചെടുത്തിട്ട് കോരിയെടുത്താൽ മതി. എന്നിട്ട് ഇതാ ഒരു പാന് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഇതാ നമ്മൾ ഒരു 1.5 ടേബിൾ സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുത്ത് ഒന്ന് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. വെളുത്തുള്ളി ഈ ഒരു ബട്ടറിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുത്തിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഇല്ലി കറിവേപ്പില ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും പിന്നെ ഒരു 2 ടീസ്പൂണ് സോയാ സോസും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുള്ള ആ ഒരു ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മൊത്തത്തിൽ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് കുടഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തേക്കും ആ ഒരു ചില്ലി ഫ്ലേക്സും വെളുത്തുള്ളിയൊക്കെ ആവും കേട്ടോ. ഇനി ഇതാ ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് കസൂരി മേത്തി ഒരു 2 പിഞ്ചൊക്കെ മതി കേട്ടോ. കസൂരി മേത്തിയും കൂടെ കയ്യിലെടുത്തിട്ട് ഇതുപോലെ പൊടിച്ചിട്ട് അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇത്രയുള്ള നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ്. ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പം ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്